ഹല്ലേലൂയ. വേഗമരുതവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം ദൂരത്തും ചാരത്തുമായി കാണുന്ന എല്ലാ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന പ്രിയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിന് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമൊഴിയുടെ വിരുന്നിനായി ലെക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിനും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുമ്പ് ഉള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമൊഴിയുടെ വിരുന്നിനായി ലെക്കിലേക്ക് ഓടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ ഓർക്കുവാൻ പറ്റിയാൽ, പഴയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ഇരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അസമാധാനങ്ങളെ കൊണ്ടുവരും, സമാധാനം നഷ്ടപ്പെടുന്നവരായി മാറും. എന്നാൽ ദൈവം തൻ്റെ സൃഷ്ടിയുടെ ഘട്ടത്തിൽ തന്നെ മനുഷ്യന് ഓർമ്മക്കുറവ് കൊടുത്തു. ഒരുപക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് അക്രിസ്തുവാകുന്ന ആ ലാക്കിലേക്ക്, അക്രിസ്തുവാകുന്ന പാതയിലേക്ക്, അക്രിസ്തുവാകുന്ന രക്ഷയെ നോക്കി നമുക്ക് ഓടുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ ഉടയട്ടെ, വ്യാപാര കോട്ടകൾ ഉടയട്ടെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന അനേക ജനങ്ങളുണ്ട്. കഷ്ടതയും നിരാശയിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. കർത്താവേ, അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനത്താൽ ജനത്തോട് സംസാരിക്കും. ഈ നിരാശകൾ, ഭാരങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അൽബറോക്ക് സെമോ നാദറിയ അർത്തെ ഷെക്കൽ റിയാദന ഹസ്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിന്താമണ്ഡലങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരങ്ങൾ, വാക്കിനാൽ മുറിയപ്പെട്ട അനേക ഹൃദയത്തിൻ്റെ അവസ്ഥകൾ, മുറിയപ്പെട്ട വാക്കിനാൽ ഹൃദയത്തെ മുറിയപ്പെട്ട എല്ലാ വാക്കുകൾ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോ ഹൃദയങ്ങളിൽ പകരുന്നു. അൽബറേക്കസിയാന ഹത്തിയ. ഹൃദയം തകർന്ന വ്യക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഹൃദയത്തിന് അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഹൃദയങ്ങളിൽ പകരുന്നു. കർത്താവേ, ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് എഴുതുകയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമൊഴിയുടെ വിരുന്നിനായി ലക്കിലേക്ക് ഓടുന്നു. നമ്മുടെ ജീവിതത്തിൽ പിൻപിലുള്ള അനേക അനുഭവങ്ങളുണ്ട്. എന്നാൽ അത് മറക്കുവാൻ നമുക്ക് സാധിക്കണം, അത് പൊറുക്കുവാൻ നമുക്ക് സാധിക്കണം, അത് ക്ഷമിക്കുവാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ആ പരമവിളി ഓർത്ത് നമുക്ക് മുന്നിലോട്ട് ഓടുവാൻ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെ നീ പൊറുക്കാൻ പറ്റാത്ത വ്യക്തിയാണോ, ക്ഷമിക്കുവാൻ പറ്റാത്ത വ്യക്തിയാണോ, ഒരിക്കലും യേശുവിനെ നിനക്ക് പിൻപറ്റുവാൻ സാധ്യമല്ല. ഒരിക്കലും നീ യേശുവിൻ്റെ ഒരു ശിഷ്യനാകി മാറുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് നിന്നെ അനേകർ ഉപദ്രവിച്ചവർ കാണാം, അനേകർ നിന്നെ തകർത്തവർ കാണാം, അനേകർ വഞ്ചിച്ചവർ കാണും, അനേകർ പറ്റിച്ച അവസ്ഥകൾ കാണാം. എന്നാൽ അതിനെയെല്ലാം നീ മറന്നുകൊണ്ട് നിന്നെ അനേകർ കൊല്ലുവാൻ പദ്ധതിയിട്ട അവസ്ഥകളുണ്ട്. എന്നാൽ അതിനെയെല്ലാം നീ മറന്നുകൊണ്ട് അതിനെ പിൻപിൽ കറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവാകുന്ന ആ ലാക്കിലേക്ക് ഓടുവാൻ, ആ ക്രിസ്തുവാകുന്ന ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ നമുക്ക് പിന്തുടർന്ന് ക്രിസ്തുവിനെ നോക്കി നമുക്ക് ഓടുവാൻ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജോസഫിൻ്റെ ജീവിതം നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ജോസഫ് തൻ്റെ സഹോദരന്മാർ ഉപദ്രവിച്ചതും തൻ്റെ സഹോദരന്മാർ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് മറന്നുകൊണ്ട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ജോസഫ് തീരുമാനിച്ചു. തൻ്റെ ജീവിതത്തിൽ പിൻപിലുള്ള അനുഭവങ്ങളെ മറന്നുകൊണ്ട് തൻ്റെ സഹോദരന്മാരോട്, തൻ്റെ കുടുംബത്തോട് ക്ഷമിക്കുവാൻ, തൻ്റെ കുടുംബത്തോട് ചേർത്തണയ്ക്കുവാനിട വന്നു. ജോസഫിൻ്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41 51 52 വാക്യങ്ങൾ. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമായ ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതന് മനേഷ എന്ന് പേരിട്ടു. സങ്കടദേശത്തിൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. അവർ രണ്ടാമത്തേവന് എഫ്രാം എന്ന് പേരിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജോസഫിൻ്റെ ജീവിതം നോക്കിയാൽ ജോസഫ് ഒരു ദർശനം കണ്ടതുകൊണ്ട് ജോസഫിനെ തകർക്കുവാൻ സഹോദരന്മാർ പദ്ധതിയിട്ടു. നമുക്ക് അറിയുവാൻ പറ്റും, ലോകത്തിൽ ഒന്ന് മനുഷ്യന് സാധിക്കാത്തത് ആ ഭക്തനായ മനുഷ്യനായിരുന്നു ജോസഫ്. ദൈവത്തിന് ഭക്തനായി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഭക്തനായ മനുഷ്യനായ ജോസഫ് ഇതെല്ലാം മറക്കുവാൻ സാധിച്ചു. എന്തെല്ലാം തൻ്റെ ജീവിതത്തിൽ മറന്നു എന്ന് നമുക്ക് 37-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. യാക്കോബ് തൻ്റെ പിതൃഭവനമായി പാർത്ത പരദേശമായ കാനാൻ ദേശത്ത് വെച്ച് യാക്കോബ് തൻ്റെ വംശപരമ്പരയിൽ എന്തെന്നാൽ യോസേപ്പ് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടി ആടുമേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പനായ ഭാര്യയായ ബിൽഹയും ശിൽപ്പയും പുത്രിമാരോട് കൂടെ ഇരുന്നു. അവനെക്കുറിച്ചുള്ള ശ്രുതി യോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. യോസഫ് തൻ്റെ വാർദ്ധക്യത്തിൽ മകനായകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിൽ മേൽ വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നീലങ്ക അവന് ഉണ്ടാക്കി വെച്ച് കൊടുത്തു. അപ്പൻ തങ്ങളുടെ എല്ലാ മക്കളെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് തൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജോസഫിൻ്റെ ജീവിതം നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ജോസഫ് ഒരു ദർശനം കണ്ടതുകൊണ്ട് തൻ്റെ സഹോദരന്മാർ ജോസഫിനെ തകർത്തു കളയുവാൻ പദ്ധതിയിട്ടു. ജോസഫിനെ ഇല്ലാതാക്കുവാൻ പദ്ധതിയിട്ടു. തൻ്റെ സഹോദരന്മാരെ തിരക്കിപ്പോയ ജോസഫിനെ ഒരു പൊട്ടക്കിണറ്റി ഇട്ടുകൊണ്ട് ജോസഫിൻ്റെ കഥ കഴിഞ്ഞു, ജോസഫ് തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ അവിടുന്ന് ജോസഫിനെ പിടിച്ച് കരയ്ക്ക് കയറ്റി മൃത്യാനെന്നുള്ള ഒരു വഴിയാത്രക്കാരൻ, ഒരു കച്ചവടക്കാരന് വിൽക്കുവാനിട വന്നു 20 വെള്ളിക്കാശിനു വേണ്ടി. എന്നാൽ ജോസഫ് ഇതെല്ലാം മറന്നു. തൻ്റെ സഹോദരന്മാർ തൻ്റെ ജീവിതത്തിൽ ദ്രോഹിച്ചതും പ്രവർത്തിച്ചതും തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയതും തന്നെ തകർത്ത് കളയുവാൻ നോക്കിയതും മുഴുവനും ജോസഫ് മറക്കുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ജീവിതത്തിനും ക്രിസ്തുവാകുന്ന ലാക്കിലേക്ക് നീ ഓടണമെങ്കിൽ, ആ പരമവിളിയേർത്ത് നീ മുന്നിലോട്ട് ഓടണമെങ്കിൽ നിനക്ക് ക്ഷമിക്കുവാൻ സാധിക്കണം, നിനക്ക് മറക്കുവാൻ സാധിക്കണം, നിനക്ക് പൊറുക്കുവാൻ സാധിക്കണം. എന്നെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവാകുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിനക്ക് ഓടിപ്പോകുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കണം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്
നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിഴവുകളും അവൻ ക്ഷമിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 6:14 കർത്താവ് പറയുന്നു, അതേ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളും ക്ഷമിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവെന്ന ലാക്കിലേക്ക് ഓടുമ്പോൾ, ആ ക്രിസ്തുവിന് ലക്ഷ്യമായി ഓടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ നമ്മളെ തകർത്തവർ, നമ്മളെ വഞ്ചിച്ചവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ കൊല്ലുവാൻ കൂട്ടുനിന്നവർ, നമ്മളെ കൊല്ലുവാൻ പദ്ധതിയിട്ടവർ, നമ്മളെ തകർത്ത് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളയണമെന്ന് പറഞ്ഞ വ്യക്തികൾ, പദ്ധതിയിട്ട വ്യക്തികളുണ്ട്. എന്നാൽ അവരെയെല്ലാം നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കുവാനും മറന്നുകൊണ്ട് അത് ക്രിസ്തുവാകുന്ന ലാക്കിലേക്ക് നമുക്ക് ഓടുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമുക്ക് ജയമുറപ്പാണ്, നമുക്ക് വിജയമുറപ്പാണ്. അതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. അവൻ ദൈവരൂപത്തിലിരിപ്പേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ ദാസരൂപമെടുത്ത ആ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഈ വേളയിൽ അനേക കുടുംബങ്ങൾ കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്ന കുടുംബങ്ങൾ, വഞ്ചിച്ച് തകർത്തപ്പെട്ട് നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇന്നൊന്ന് ക്ഷമിക്കുവാൻ, നീ ഇന്ന് അവരോടൊന്ന് പൊറുക്കുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില മാതാപിതാക്കളോട്, ചില സഹോദരിമാരോട്, ചില പിതാക്കന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അത് നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റും. നിൻ്റെ സാഹചര്യങ്ങൾ ഒന്നാമത്തെ കാരണം നീ അവരോട് ക്ഷമിക്കുവാൻ, അവരോട് പൊറുക്കുവാൻ പറ്റാതെ വർഷങ്ങളായി പക വെച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട്, ചില സഹോദരിമാരോട്, ചില മാതാപിതാക്കളോട്, ചില പിതാക്കന്മാരോട്, ചില സഹോദരന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അതെ, നീ അവരോട് ക്ഷമിക്കുവാൻ നീ ഇന്നൊരു തീരുമാനമെടുത്താൽ, ദൈവസന്നിധി ഈ കേൾക്കുന്ന വാക്കിന് നീ ഒരു തീരുമാനമെടുത്താൽ, നിൻ്റെ സ്ഥിതികളെ മാറ്റി ഞാൻ ഉയർത്തി നിന്നെ മാനിക്കുമെന്ന് അൺഷെക്കിലെ റോബ ഹസ്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ ചില വ്യക്തികളോട് സംസാരിക്കുകയാണ്. വിശ്വസിച്ചാൽ, വാക്കേറ്റെടുത്താൽ, ഇത് നീ സമർപ്പിച്ചേറ്റെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ യാത്ര ആ ക്രിസ്തുവാകുന്ന ആ പാറയെ നോക്കി യാത്ര ചെയ്താൽ നിത്യമായ ആ പടക് നിത്യമായ ആ സ്വർഗീയ ദേശത്ത് എത്തിപ്പെടും. നിൻ്റെ പടക് വഴിയിൽ തകർന്നു പോകാതെ നീ സൂക്ഷിക്കുവാൻ നിൻ്റെ പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട്, നിന്നെ തകർത്തവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ ഇല്ലായ്മ ആക്കുവാൻ നോക്കിയവർ, നിൻ്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കിയവർ, അവരെയെല്ലാം നീ മറക്കുവാൻ സാധിക്കണം. അവരെയെല്ലാം പൊറുക്കുവാൻ സാധിച്ചാൽ അത് ആ ക്രിസ്തുവാകുന്ന ലക്ഷ്യമായിലേക്ക് ഓടുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സങ്കീർത്തന പുസ്തകം അതിൻ്റെ 34:17, 18, 19 നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ സ്വസ്ഥതകളെ അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. നീതിമാൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, അത് എണ്ണുവാൻ സാധിക്കത്തില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം യഹോവ നമ്മളെ വിടുവിക്കും. ആ ദൈവം നിങ്ങളെ ഈ വചനമുഖാന്തരം അത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ നോട്ടം ക്രിസ്തുവാകുന്ന പാറയെ ലക്ഷ്യം വെച്ച് ഓടുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പരമൊളിയുടെ വിരുന്നനായി ലക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരെ ഒക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. കർത്താവെ, അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനും പൊറുക്കുവാനും പറ്റാതെ ഭാരത്തോടെ വർഷങ്ങളായി വിദ്വേഷത്തോടെ ഇരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ കേൾക്കുന്നുണ്ട്. കർത്താവെ, ആ ക്രിസ്തുവാകുന്ന പരമവിളിയെ ഓർത്തുകൊണ്ട് പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലോട്ട് ഓടുവാൻ അനേക കുടുംബങ്ങൾ, അനേക വ്യക്തി ജീവിതങ്ങളെ സഹായിക്കണമേ. അതിന് വിപരീതമായി വ്യാപരിക്കുന്ന എല്ലാ പാതാള ശക്തികൾ മാറട്ടെ. ആർക്കം ശബദര ഹന്തുര ലംധോര ഹസ്തി ഘനാദിയ അർത്ഥം ഭൗഷകല ഘടകസ്യ. അത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അത് എണ്ണുവാൻ പറ്റത്തില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വിടിവിക്കുന്നവനായ ഒരു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ഒരു സർവശക്തനായ ദൈവം, നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ആ ക്രിസ്തുവാകുന്ന പരമവിളിയിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് നീ ഇന്ന് ഓടുവാൻ, ഇന്ന് മുന്നോട്ട് പോകുവാൻ, യാത്ര ചെയ്യുവാൻ ഇന്ന് തീരുമാനമെടുത്ത വ്യക്തി ജീവിതമേ, നീ ചിലതിനെ മറക്കുവാൻ, ചിലർ ചെയ്ത പാപങ്ങൾ, ചിലർ ചെയ്തതിനെ അത് നിനക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത നിന്നോട് അപരാധം ചെയ്തവരുണ്ട്, അവരോട് പൊറുക്കുവാൻ നീ ഇന്നൊരു തീരുമാനമെടുത്താൽ നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ വ്യക്തിപരമായി നിൻ്റെ മക്കളുടെ എല്ലാ സ്ഥിതികളെയും മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വർഷങ്ങളായി നിനക്ക് ചില കിട്ടുവാനുള്ള ചില പെൻഡിങ് സാലറികളുണ്ടല്ലോ, അത് കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ നീ പിൻപിലുള്ളതിനെ മറക്കാതെ അത് മുറുകെ പിടിച്ചുകൊണ്ട് അർക്കം ശബല ഘടകസ്യ, അതിനെ വിട്ടുകളയാതെ ക്ഷമിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാതെ നീ ക്ഷമിക്കാതെ വർഷങ്ങളായി നിന്ന അവസ്ഥ കൊണ്ട് നിൻ്റെ ശൂന്യാവസ്ഥകളെ മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഉപദേശിക്കുകയാണ്. നീ പിൻപിലുള്ളതിനെ പിന്നെ നിന്നെ ചെയ്ത് ഉപദ്രവിച്ചു പൂർണ്ണമായി ക്ഷമിക്കുവാൻ പിതാവായ ദൈവം അൻഷയ് ഹസ്തുരിയ ഹസ്തിയ, നീ പൂർണ്ണമായി നിൻ്റെ സഹോദരനോട് ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവും നിൻ്റെ തെറ്റുകളും അവിടുന്ന് പൂർണ്ണമായി ക്ഷമിക്കും. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നീ പൂർണ്ണമായി ക്ഷമിച്ച് ഇന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കർത്താവെ, കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. നീ ഈ വചനം ഇന്ന് കേട്ട് ഇന്ന് അനേകരോട് ക്ഷമിക്കുവാൻ, ആഴമായി ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളെ ക്ഷമിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്ത് നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ ബിസിനസ് മേഖലകൾ തകരുവാൻ കാരണം നീ ക്ഷമിക്കുവാൻ തയ്യാറെടുത്തില്ല. നിൻ്റെ ജോലി മണ്ഡലങ്ങളിൽ സാലറികൾ പെൻഡിങ് ഉണ്ട്. എന്നാൽ നീ അനേകരോട് ക്ഷമിക്കുമ്പോൾ ചില വ്യക്തിമണ്ഡലങ്ങളോട് ക്ഷമിക്കുവാനും അവർ ചെയ്ത ഉപദ്രവങ്ങൾ ഓർത്ത് നീ ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായി നിനക്ക് ചില അടഞ്ഞ വഴികൾ, നിനക്ക് അടഞ്ഞ ചില സാമ്പത്തിക മേഖലകൾ തുറക്കുമെന്ന് പ്രവചനാത്മാവിൽ അത് വിളിച്ചു പറയുകയാണ്. ആർക്കേഷോലോ റാം തോരിയ ഹസ്തിയ ആർ ബൗഷേക്കനിയ ഹസ്തിയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കർത്താവേ, ഈ പറഞ്ഞ ഓരോ വചനം കേട്ട വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ജനത്തോട് ഇടപെട്ടതിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടത്തണമേ. കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ, ഇരുട്ടിൻ്റെ ശക്തികൾ, വ്യാപാര മന്ത്രവാദ ശക്തികൾ, ആവിചാര ശക്തികൾ കുടുംബ മണ്ഡലങ്ങളിൽ മാറിപ്പോകട്ടെ. വർഷങ്ങളായി ചില ജോലി മണ്ഡലങ്ങളിൽ സാലറി ഇല്ലാതെ ജോലി ചെയ്യുന്ന ചില സഹോദരന്മാരുണ്ട്, ചില മാതാപിതാക്കളുണ്ട്. അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ചിലത് ക്ഷമിക്കുവാൻ, ഒന്ന് പൊറുക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്ത് നിനക്ക് പെൻഡിങ്ങായ സാലറികൾ അത് തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം നിനക്ക് ആഴമായി മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും നീ ഇന്നൊരു തീരുമാനമെടുത്താൽ നീ ഒരു അത്ഭുത വ്യക്തിയായി മാറും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേൾക്കുവാൻ, അതിൽ ആശ്രയിക്കുവാൻ നീ തീരുമാനിച്ചാൽ നീ അത്ഭുത വ്യക്തിയായി മാറും. ജോസഫിനെ പോലെ ഒന്ന് ആഴമായി ക്ഷമിക്കുവാൻ, തൻ്റെ സഹോദരന്മാർ, രക്തബന്ധങ്ങൾ ജോസഫിനെ തകർത്ത് കളയുവാൻ പൊട്ടക്കിണത്തിലുമിട്ട് അവിടുന്ന് ഒരു മൃത്യാൻ വിറ്റുകൊടുത്ത് 20 വെള്ളിക്കാശിന് തൻ്റെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളിലൂടെ കടന്നുപോയ കർത്താവിൻ്റെ ഭക്തനായ മനുഷ്യനായ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ആഴമായി ക്ഷമിച്ചതുപോലെ
നമുക്കും ഒന്ന് ക്ഷമിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്ത് നിശ്ചയമായി നമുക്ക് ജോസഫിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ സാധിക്കും. കർത്താവേ, വചനം കേട്ട ഓരോ കുടുംബങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനേക കുടുംബങ്ങൾക്ക് ഈ വചനം മുഖാന്തരം പുതുവാതിലുകൾ സ്വർഗം തുറന്നതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.